ഓക്കെ ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്രൊജക്റ്റ് ഫയലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്റ്റ് ഫയലും അതുപോലെ തന്നെ XML ഫയലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെ ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അലൈറ്റ്മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അലൈറ്റ്മോഷൻ ആപ്ലിക്കേഷനിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു XML അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഫയൽ നിങ്ങൾ അലൈറ്റ്മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഓഡിയോ അതുപോലെ തന്നെ ക്യാമറ ലെയർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓഡിയോ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മറ്റൊരു ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ബീറ്റ് മാർക്ക് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ഫയൽ ആദ്യമായിട്ട് അലൈറ്റ്മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് സാധാ ഒരു നോർമൽ സ്റ്റാറ്റസ് മോഡലായിരിക്കും കാണാൻ സാധിക്കുക. താഴെ നമുക്ക് ക്യാമറ ആ ഒരു ലെയർ കാണാൻ പറ്റും. ഓക്കെ, ക്യാമറ ലെയർ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാമറ നമുക്കിവിടെ ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ നിങ്ങൾക്ക് അവിടെ എനേബിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് 3D ലുക്കിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു PNG ഫയൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ താഴെ ഗ്രൂപ്പ് 4, 3, 2 അങ്ങനെ 3 ലെയർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് 4 ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് അത് ഞാൻ 3D ക്യാം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ്. നമുക്ക് ആ ഒരു ബാക്കിലുള്ള ആ ഒരു റൊണാൾഡോയുടെ ഒരു എന്താ പറയുക ഈ ഒരു PNG ഫയൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് 4 എന്ന ലെയറാണ്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴെ എഡിറ്റ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ലെയറും അതുപോലെ തന്നെ ആ ഒരു PNG ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അത് ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെ കാണിച്ചു തരാം. താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീഡിയ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ഇമേജ് അവിടെ ആഡ് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ മെസ്സിൻ്റെ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങളവിടെ ബോർഡർ ആൻഡ് ഷാഡോ എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമത് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ബോർഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഔട്ട് സൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഔട്ട് സൈഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മതി. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിൽ നിങ്ങൾക്ക് അത്ര സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ താഴത്തെ ഇമേജ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഇമേജ് നമ്മൾ മുകളിൽ ഡിലീറ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഇമേജ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ലെയറിൻ്റെ എൻഡ് വരെ കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ എൻഡിലേക്ക് വരുന്നതാണ്. ശേഷം ആ ഒരു ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇമേജ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഇമേജിൻ്റെ സൈസ് കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക. ശേഷം ഈ ഒരു സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ സൈസും കാര്യങ്ങളൊക്കെ ചെറുതാക്കിയതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഇമേജിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് നമ്മൾ സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ബാക്കിലോട്ട് പോകാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് നമ്മുടെ ഇമേജ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നിങ്ങളുടെ വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴെ അതിൻ്റെ ഇമേജ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഗാലറിയിലേക്ക് വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺഫേം ചെയ്യുക. ശേഷം നമ്മൾ താഴെ എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്